ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി ലോകത്തെ ആകെ നടുക്കിക്കൊണ്ട് ഉള്ള ഒരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്നാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ട ദിവസം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇറാനല്ല ആക്രമണം അഴിച്ചുവിട്ടത്, അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നാണ് ഇറാൻ്റെ നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ ഈ ആക്രമണത്തിന് തുടക്കമിട്ടത് അമേരിക്കയാണ് എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അനന്തരഫലം എന്നോണം ആ പ്രദേശങ്ങളിലാകെ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിഞ്ചുകുട്ടികളടക്കം മരണത്തിന് കീഴടക്കിക്കൊണ്ട് ചോരകർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദേശങ്ങളിലൂടെ. ഇതിന് കാരണമായി പറയുന്നത് ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഹമാസുമായുള്ള യുദ്ധത്തിൻ്റെ അവസരത്തിൽ ഇറാന് നേരെ ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അവിടെ യാതൊരു വിധത്തിലുള്ള ആണവ പരീക്ഷണങ്ങളും നടന്നിട്ടില്ല എന്നതാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് നുണ പറഞ്ഞുകൊണ്ട് ആണവ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ അവിടെ ഇറാൻ കുറ്റക്കാരനാണെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറയാം. വെനസ്വേലയുടെ കാര്യം എടുക്കാം. എന്താണ് വെനസ്വേല ചെയ്ത തെറ്റ്? കാരണം പറയുന്നത് അവിടെ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നു എന്നുള്ളതാണ്. അവിടെ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അവിടുത്തെ പോലീസുണ്ട്, അവരല്ലേ നോക്കേണ്ടത്. അതിൻ്റെ പകരം ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് അമേരിക്ക നീചമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അവരുടെ പ്രസിഡൻറ്റിനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ക്രൂഡ് ഓയിലിൻ്റെ കുത്തക അവരുടെ കൈവശം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ യുദ്ധങ്ങളിലൊക്കെ നടത്തുന്നത്. അങ്ങനെ ആ പ്രദേശങ്ങളിൽ, ഈ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ രക്തപ്പുഴ ഒഴുകുമ്പോൾ ഇന്ത്യയിലും ഒരു രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ്റെ രക്തമല്ല, മറിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ പണം ആവിയായിപ്പോയ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത്. കാരണം ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലം ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിൻ്റെ വരവ് നിലച്ചതോടെ, ക്രൂഡ് ഓയിലിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചതോടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. അതുപോലെ തന്നെ ഗ്യാസും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമല്ലാതാകുകയും വളരെയധികം അതിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്ത അവസരത്തിൽ നമുക്ക് അത് കിട്ടാനില്ലാത്ത അവസ്ഥ വരികയും അങ്ങനെ അതിൻ്റെ അനന്തരഫലം ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇടിവുണ്ടായിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പറയാം, രൂപയുടെ മൂല്യം ഇടിഞ്ഞത് യുദ്ധത്തിൻ്റെ ഫലമാണ്. ഈ രൂപയുടെ മൂല്യം ഇടിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ പറയാനൊരു കാരണമായിരിക്കാം. പക്ഷെ അതിനു മുന്നൊക്കെ തന്നെ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം 2025 ജനുവരി മാസം തൊട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് അവരുടെ നിക്ഷേപം തുടർച്ചയായി പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്.
കാരണം വിദേശ നിക്ഷേപകർ എന്തായാലും അവരുടെ പണം സേഫായ സ്ഥലങ്ങളിൽ അവിടെയാണ് അവർ നിക്ഷേപിക്കുക. അവരുടെ പണം ഒരിക്കലും അവർ നഷ്ടപ്പെടുത്താനായിട്ട് ഒരിക്കലും അവർ മുന്നിട്ടിറങ്ങുകയില്ല. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് അവർ ഇവിടുന്ന് പണം പിൻവലിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടം തൊട്ട് അങ്ങോട്ട് രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ രൂപയുടെ മൂല്യം ഇടിയുന്നതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റാണ്. ഇമ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ തീരുവ പ്രശ്നത്തിൻ്റെ ഫലമായി എക്സ്പോർട്ടിങ് വളരെയധികം കുറഞ്ഞതിൻ്റെ ഫലമായി ഇമ്പോർട്ട് കൂടുകയും അതിൻ്റെ ഫലമായി ഡോളർ സ്ട്രെങ്ത് പ്രാപിക്കുകയും രൂപയിലെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. 2020 കൊറോണയുടെ ഫലമായിട്ടുണ്ടായിട്ടുണ്ട്. റഷ്യ യുദ്ധത്തിൻ്റെ ഫലമായി 2022 ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുന്നും ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇതേപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ വില കുറഞ്ഞിരിക്കുന്ന വാല്യുവേഷൻ വളരെ കറക്റ്റായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിക്കാൻ ഏറ്റവും പറ്റിയ അവസരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് വരികയും എന്നാൽ അതേ അവസരത്തിൽ ഇറാൻ അങ്ങനെ ഒരു സമാധാന കരാർ ഒപ്പിടാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥ ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമോസ് കടലിലൂടെ കപ്പലുകൾ സുഗമമായി പോകാനുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി തീരും. അപ്പോൾ ഇറാനും ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധത കാണിക്കുകയും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സുഗമമാക്കുകയും ചെയ്താൽ ഇതിൻ്റെ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ നമുക്ക് കഴിയും. ആ അവസരത്തിൽ ഈ വില കുറഞ്ഞ സ്റ്റോക്കുകൾക്കൊക്കെ വളരെ വില കുറഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ അവസരമാക്കിക്കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നേട്ടമുണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഈ അവസരം നമ്മൾ വിനിയോഗിക്കുക. യുദ്ധം അവസാനിക്കാനുള്ള ഒരു ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും ആ അവസരം നോക്കി നമ്മൾ നിക്ഷേപിക്കുകയും നമുക്കെല്ലാം ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അവസരം നമ്മൾ മുതലാക്കിക്കൊണ്ട് കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു അവസരം കൈവരിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.